ഹായ്, ശരത്താണ്. കമ്പനികളുടെ സൈഡിൽ നിന്ന് Q1 റിസൾട്ടിന്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ അതിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3 കമ്പനികളെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ട്രാക്ക് ചെയ്യുന്ന 3 കമ്പനികളാണ്. സോ അവരുടെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് നോക്കിയാൽ നല്ല നമ്പേഴ്സാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള നമ്പേഴ്സാണ്. പ്രത്യേകിച്ച് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ട്രാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്ത് കമ്പനികളെ ട്രാക്ക് ചെയ്യുന്നു അതിനൊക്കെ മുകളിൽ കമ്പനി പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നതിന് മുകളിൽ പെർഫോം ചെയ്യുക. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. സോ നമ്മൾ 3 കമ്പനികളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒരു ക്വിക്ക് ആയിട്ടുള്ള വീഡിയോ ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഫുൾ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ നോക്കി നമ്മൾ ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത് V2 റീറ്റെയിൽ ആണ്. V2 റീറ്റെയിലിന്റെ കാര്യം നോക്കിയാൽ അവിടെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്ന 50% മുകളിൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവുന്ന കാര്യം, റവന്യൂ ഗ്രോത്ത് ഉണ്ടാവുന്ന കാര്യം. സോ അത് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ 58% ഉണ്ട് അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഗൈഡ് ചെയ്തതിന് മുകളിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ SSSG നോക്കിയാൽ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് അതെന്ന് പറയുന്നത് 7.5%. മാനേജ്മെന്റ് ഗൈഡൻസ് 8 തൊട്ട് 10% വരെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ 7.5% കുറഞ്ഞില്ലെന്ന് തോന്നിയേക്കാം. പക്ഷെ അത് നോക്കിയാൽ SSSG എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിന് മുകളിലുള്ള സ്റ്റോറുകളുടെ പറഞ്ഞ സെയിൽസിന്റെ ഗ്രോത്ത് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കമ്പനിയുടെ എക്സ്പാൻഷൻ ലെവൽ നോക്കിയാൽ കഴിഞ്ഞ വർഷം ഏകദേശം 130 ഷോറൂംസുകൾ അവർ ഓപ്പൺ ചെയ്തു. അതിന് മുമ്പിലത്തെ വർഷം നോക്കിയാൽ ഏകദേശം 100 ഷോറൂംസിന് മുകളിൽ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് നോക്കിയാൽ ഏകദേശം 250 ഷോറൂംസ് ആണ് അവർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ ഈ ഒരു Q1 അവർ ഏകദേശം 57 ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർ ഹൈ പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഏകദേശം 380 ഷോറൂംസ്, 381 ടോട്ടൽ ഷോറൂംസ് അവർക്കായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എൻഡ് ചെയ്ത സമയത്ത്, അതായത് കഴിഞ്ഞ Q1 Q4 എൻഡ് ചെയ്ത സമയത്ത് ഏകദേശം 325 ഷോറൂംസ് ആയിരുന്നു അവർക്ക് മൊത്തം ഉണ്ടായിരുന്നത്. സോ അത് നോക്കുമ്പോഴത്തേന് ഇവരുടെ മജോറിറ്റി ഷോറൂംസും പുതിയ ഷോറൂംസാണ്. അപ്പോൾ പുതിയ ഷോറൂംസിന് ഈ പറഞ്ഞ SSSG കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം അവരവിടെ എന്ന് വെച്ചാൽ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ എടുക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുതിയ ഷോറൂംസ് ഇതിലിപ്പോൾ നമ്മൾ SSSG എടുക്കുന്ന മൊത്തം ഷോറൂംസ് എടുത്തി, അതായത് ഒരു വർഷത്തിന് മുമ്പുള്ള ഷോറൂംസ് എടുത്താൽ ഏകദേശം ഒരു 100-150 ഷോറൂംസുകൾ ഒഴിവാക്കിയിട്ട്, അതായത് ഏകദേശം ഒരു 200-220 ഷോറൂംസ് ആണ് ഈ പറഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് കമ്പനിക്കുള്ളത്. സോ അത് നോക്കുമ്പോൾ അതിൽ തന്നെ ഏകദേശം 100 ഷോറൂംസോളം കഴിഞ്ഞ മുമ്പത്തെ വർഷം മാത്രം വന്ന. സോ അതുകൊണ്ട് തന്നെയാണ് ഈ SSSG കമ്പാരിറ്റീവ്ലി കുറവായിട്ട് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ Q4 റിസൾട്ട് വന്ന സമയത്ത് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലേ, മാനേജ്മെന്റ് കമന്ററി വന്നിരുന്നത് ജൂൺ ആദ്യമായിരുന്നു. സോ ആ ഒരു സമയത്ത് മാനേജ്മെന്റ് പറഞ്ഞു മെയിൽ അവരുടെ സെയിൽസിൽ ചെറിയ രീതിയിൽ ഈ പറഞ്ഞ വാറിന്റെ എഫക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടുകൂടെ കൂടിയാണ് ഇവർ SSSG അതും ഏകദേശം 50 ബേസിസ് പോയിന്റിന്റെ കുറവ് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ഗൈഡൻസ് ലെവലിൽ നിന്ന്. സോ അത് വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഹൈ ബേസിന് മുകളിലാണ് അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് നോക്കുമ്പോൾ SSSG അവർ ഏകദേശം പറഞ്ഞ പോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ ഇയറിൽ ഏകദേശം അവർ പറഞ്ഞ ഗൈഡൻസിനുള്ളിൽ തന്നെയാണെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കമ്പനിയിൽ അറിയേണ്ടത് അവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ്. സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് നോക്കിയാൽ ഏകദേശം 850 മുകളിലുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പം 850 മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 796, അതായത് 800 താഴെയായിരുന്നു അവരുടെ ഈ പറഞ്ഞ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ്. സോ അതും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഇയറിൽ നോക്കിയാൽ നമുക്ക് ഏകദേശം 1000-980, 970 മുകളിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. സോ അവിടെ നോക്കുമ്പോൾ അതും കുറഞ്ഞായിട്ട് വന്നു. അത് ഈ സെയിം കാര്യമാണ്, സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ്. സോ സ്ക്വയർ ഫീറ്റ് ഇവർ ഈ പറഞ്ഞ പോലെ അല്ലെ പുതിയ ഷോറൂംസിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഹയർ പേസിലാണ് അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50%, 60%ലേക്കാണ് അവരുടെ പുതിയ ഷോറൂംസിനെ അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ഷോറൂമിന്റെ ഈ പറഞ്ഞ എക്സ്പാൻഷൻ കാര്യങ്ങൾ വരുമ്പോഴത്തേന് ഈ പറഞ്ഞ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ തന്നെ നമ്മൾ നോക്കേണ്ടത് ഇവരുടെ മെച്യൂർ ആയ ഷോറൂംസിന്റെ പെർഫോമൻസ് ആണ്. സോ അതിൽ നോക്കിയാൽ ഈ മെച്യൂർ ഷോറൂംസിന്റെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1200 സെയിം ടൈമിൽ അത് പുതിയ ഷോറൂംസിന് നോക്കിക്കഴിഞ്ഞാൽ 700 മുകളിൽ മാത്രമാണുള്ളത്. സോ മാനേജ്മെന്റ് പറയുന്നത് തന്നെയാണ് അവർക്ക് എപ്പോഴും വേണ്ടത് ഈ ഓവറോൾ അതിന്റെ ഇതിന്റെ മൊത്തം ടോട്ടൽ ഷോറൂംസിന്റെ എടുത്ത് നോക്കുമ്പോൾ അത് 700 മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഹൈ പേസ് കണ്ടിന്യൂ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. സോ അത് നമ്മൾ നോക്കിയാൽ മതി. ഈ 700 മുകളിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 880 മുകളിലുണ്ട് അവരുടെ ഈ പറഞ്ഞ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. സോ അത് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഷോറൂം എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞില്ല, ഏകദേശം കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയർ അവർ എൻഡ് ചെയ്തത് ഏകദേശം 130-135 ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് അവർ ഗൈഡ് ചെയ്തിരിക്കുന്ന ഏകദേശം 170-200 ഷോറൂംസുകൾ അവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നുള്ളവരാണ്. സോ അതിൽ തന്നെ നോക്കിയാൽ ഇപ്പൊ ഈ ഒരു ക്വാർട്ടറിൽ മാത്രം അവർ ഏകദേശം 57 പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ അതിനകത്ത് ഒരെണ്ണം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നെറ്റിൽ നോക്കിയാൽ ഏകദേശം 56 പുതിയ ഷോറൂംസ് അവർക്ക് വന്നിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ നോക്കിയാൽ മാനേജ്മെന്റ് പറഞ്ഞതിനനുസരിച്ച് തന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇവരുടെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് ഈ ഹൈ പേസിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ തന്നെ 57 ഷോറൂംസ് വന്നിട്ടുണ്ട്. സോ ഈ ഷോറൂംസിലൊക്കെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഇൻവെന്ററി കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ. അതേപോലെ തന്നെ ഇവരെ ഞാൻ പറഞ്ഞല്ലോ വാറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ റോ മെറ്റീരിയലിന് കുറച്ച് ചെറിയ രീതിയിൽ ടൈറ്റ് വരുമെന്ന് ഓർത്തിട്ട് അവർ കുറച്ച് കൂടുതലായിട്ട് ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇൻവെന്ററി കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത Q2 റിസൾട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഈ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ മാനേജബിൾ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യവും
അതുപോലെ തന്നെ ഇവരുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഒരു പൊതുവിൽ ഈ പറഞ്ഞ പോലെ MRP തന്നെയാണ്, ഏകദേശം 90% മുകളിൽ MRP-ലാണ് അവർ സെയിൽ ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ തന്നെ അവർ സെയിൽസ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണോ ഇൻവെന്ററി കുറച്ചേക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അടുത്ത Q2 റിസൾട്ടിൽ അവരുടെ ബാലൻസ് ഷീറ്റ് വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. നമുക്കിനിപ്പോൾ മാനേജ്മെന്റ് കമ്മിറ്റി വരട്ടെ, ആ ഒരു സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ത് പറഞ്ഞു അതിന് മുകളിൽ തന്നെ കമ്പനി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കായിട്ട് നോക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് വീഡിയോ ചെയ്ത ക്യൂപിഡാണ്. ക്യൂപിഡിന്റെ റിസൾട്ട് അല്ല, അവർ ഇതേപോലെ തന്നെ അപ്ഡേറ്റ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് മാനേജ്മെന്റ് ഹൈ പേസിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അവർ ഏകദേശം 600 കോടി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നത്. അവരുടെ Q1 അപ്ഡേറ്റിൽ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് Q1 അവർ 150 കോടിക്ക് മുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുമെന്നുള്ള കാര്യമാണ്. അതായത് ജൂൺ 30 അവർ പറയുന്നത്. Q1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. അപ്പോൾ 150 കോടിക്ക് മുകളിൽ 150 കോടിക്ക് മുകളിൽ അവരുടെ Q1 റവന്യൂ ഉണ്ടാവും ഉറപ്പായിട്ടും. സോ അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ Q1 ചെയ്തിരുന്ന ഏകദേശം 65 കോടിയുടെ റവന്യൂ ആണുള്ളത്. സോ അവിടെ നോക്കിയാൽ ഏകദേശം 130% മുകളിലെങ്കിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് ഈ ഒരു ക്വാർട്ടറിൽ വരും. പിന്നെ ആ ഒരു കമ്പനിയെ നമ്മൾ മൊത്തത്തിൽ അവരുടെ ബിസിനസ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏറ്റവും മോശമായിട്ടുള്ള ക്വാർട്ടറാണ് Q1 എന്ന് പറയുന്നത്. അതായത് മൊത്തം ഒരു ഫൈനാൻഷ്യൽ ഇയർ എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് റവന്യൂ വരുന്ന ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ Q1 ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാർട്ടറിൽ 150 കോടി റവന്യൂ വന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയർ എടുക്കുമ്പോൾ മിനിമം അതിന്റെ 4 എന്നുള്ള രീതിയിലെങ്കിൽ അവർക്ക് റവന്യൂ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ 600 കോടി എന്ന് പറഞ്ഞ ടാർഗറ്റ് അവർ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു 1.5 മാസം മുമ്പ് പറഞ്ഞിരുന്ന ഗൈഡൻസ് അവിടുന്ന് വീണ്ടും ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. 600 കോടി റവന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ പറയുന്നത് ഏകദേശം 660 കോടിക്ക് മുകളിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ റവന്യൂ ചെയ്യുമെന്നുള്ള കാര്യമാണ്. സോ ഈ ഒരു രീതിയിലാണ് എങ്ങനെയാണ് ഈ പറഞ്ഞ മൾട്ടിബാഗർ സ്റ്റോക്കുകൾ ഉണ്ടാകുന്നതെന്നും അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രാക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും ഈ പറയുന്ന സ്റ്റോക്കുകളിലൊക്കെ പെർഫോമൻസ് ഇംപ്രൂവ് ആവുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റ് പറയുന്നതിന് മുകളിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. സോ ആ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 600 എന്ന് പറഞ്ഞ് ഏകദേശം 660, അതായത് 600 എന്ന് പറയുമ്പോൾ ഏകദേശം 53% അവരുടെ ഗ്രോത്ത് പറഞ്ഞിരുന്നത്. സോ ഇപ്പം നോക്കി ഏകദേശം 65 to 70% ഗ്രോത്ത് ആണ്. അപ്പോൾ 50% ഗ്രോത്ത് ചെയ്യുന്ന ഏകദേശം 70% ഗ്രോത്തിലേക്കാണ് കമ്പനിയുടെ മാനേജ്മെന്റ് ഗൈഡൻസ് കൂട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ അവർ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് മാർജിൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി ഏകദേശം 30% മാർജിനാണ് പറഞ്ഞിരുന്നത്. അത് നോക്കുമ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ 150 കോടി റവന്യൂ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അതിന്റെ 660 കോടി റവന്യൂ ആവുന്ന സമയത്ത് ഏകദേശം 200 കോടി റവന്യൂ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ പി റേഷ്യോ, നമ്മൾ കറണ്ട് പി റേഷ്യോ നോക്കി ഏകദേശം 250 ഒക്കെയാണ് അവരുടെ 240-250 ഒക്കെയാണ് അവരുടെ പി എന്ന് പറയുന്നത്. നമ്മൾ ഫോർവേഡ് പി എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ പി റേഷ്യോ നോക്കിയാൽ ഏകദേശം 120-125 അവരുടെ പി റേഷ്യോ വരുന്നത്. കാരണം 200 കോടിയോളം അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫോർവേഡ് പി നോക്കണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മാനേജ്മെന്റ് കമന്ററി കേൾക്കണം, ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ക്യൂപിഡിന്റെ ഈ പറഞ്ഞ റിസൾട്ടിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നല്ല അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫുൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. എന്തായാലും മാനേജ്മെന്റ് ഗൈഡൻസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പൊസിഷനാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ക്യൂപിഡിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത് സംസാരിക്കാനായിട്ടുള്ള ഏതറാണ്. ഏതറിന്റെ ബിസിനസ് അനാലിസിസ് ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. ഓരോ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ വേറെ വീഡിയോസ് ചെയ്ത് അങ്ങ് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഈ ഏതർ നല്ലൊരു ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്വാർട്ടറിൽ തന്നെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ അപ്ഡേറ്റ് ബിസിനസ് അനാലിസിസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. ഏതറിനെ ആണെങ്കിലും ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ പറയുന്നത്. ബാക്കി 2 കമ്പനികൾ നമ്മൾ ഇവിടെ ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഏതറിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയില്ല, ഏതർ എന്ന് പറഞ്ഞാൽ EV ആണ്. EV 2-വീലർ EV ആണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ തന്നെ നോക്കിയാൽ ആ ഒരു സെക്ടറിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങൾ, ടെയിൽവിൻഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെക്ടറാണ് ഈ 2-വീലർ എന്ന് പറയുന്നത്. അവിടെ തന്നെ നോക്കിയാൽ ആ ഒരു സെക്ടറിൽ അതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള Q1 അപ്ഡേറ്റ് കാര്യങ്ങളല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു ഡേറ്റ ഉണ്ട്. അതായത് നമ്മുടെ പരിവാഹന്റെ വെബ്സൈറ്റിൽ നമുക്ക് ഓരോ മന്ത്ലിയും ഈ പറഞ്ഞ പോലെ ഇവരുടെ സെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. എത്ര സ്കൂട്ടറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ആ ഒരു രീതിയിൽ നോക്കിയാൽ ഈ ഒരു സെക്ടറിൽ നോക്കിയാൽ ഈ ഒരു ജൂൺ എന്ന് പറയുന്ന മാസത്തിൽ മാത്രം ഏകദേശം 70% മുകളിൽ ആ ഒരു സെക്ടറിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതായത് അവരുടെ രജിസ്ട്രേഷൻസ് ഏകദേശം 70% മുകളിൽ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ടാർഗറ്റ് നോക്കിയാൽ 2030 ആവുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഏകദേശം മൊത്തം ഇപ്പോൾ പുതിയതായിട്ട് 2-വീലേഴ്സ് രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് ഏകദേശം 10% EVs ഉള്ളത്, ഈ 2-വീലേഴ്സ് ഉള്ളത്. അത് അടുത്ത 2030 ആവുന്ന സമയത്ത് ഏകദേശം 80% ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഗവൺമെന്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു 30-50% ഇടയ്ക്കെങ്കിലും ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 30% തൊട്ട് 50% CAGR ഗ്രോത്ത് ആണ് അടുത്തൊരു 4 വർഷത്തേക്ക് ഈ ഒരു സെക്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് വരുന്നത്. അതായത് ഒരു സെക്ടറിന്റെ ഗ്രോത്ത് ആണ് ഈ പറയുന്നത്. 30-50% മുകളിൽ ഒരു സെക്ടറിൽ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു EV 2-വീലർ എന്ന് പറയുന്ന ഒരു സെക്ടറിൽ. സോ ആ ഒരു സെക്ടറിൽ ഇപ്പൊ ഈ ഒരു ക്വാർട്ടറിൽ ഈ ഒരു മന്തിൽ നോക്കിയാൽ പോലും ഏകദേശം 75% ഗ്രോത്ത് ആണ് അവിടെയുള്ള വോളിയത്തിൽ വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഏതറിന്റെ മാത്രം ഡേറ്റ എടുത്ത് നോക്കിയാൽ ഏതറിന്റെ സെയിൽസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂണിൽ നിന്ന് ഈ ഒരു ജൂണിലേക്ക് ആവുന്ന സമയത്ത് ഏകദേശം 95% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ഇപ്പം മെയിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൽ ഏകദേശം 100% ഗ്രോത്ത് അവിടെ വന്നിട്ടുണ്ട്.
അതായത് വോളിയത്തിൽ അവർ കഴിഞ്ഞ വർഷം വിറ്റതിനെ കഴിഞ്ഞും ഇരട്ടി വോളിയംസ് ആണ് അവർ ഈ വർഷം വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏപ്രിൽ നോക്കിയാൽ ഏകദേശം 67%-ാണ് അവിടെ ഗ്രോത്ത് വന്നത്. അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു പാറ്റേൺ കാണാനായിട്ട് പറ്റും. ഈ ഏപ്രിലിനൊക്കെ മുമ്പ്, ഏപ്രിൽ അതിന് മുമ്പിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 50-60-70%-ാണ് ഈ പറഞ്ഞ വോളിയം ഗ്രോത്ത് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ വാറിന്റെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമ്മുടെ മെയിലെ ഡേറ്റ നോക്കുമ്പോൾ ഏകദേശം 100%-ഓളം ഗ്രോത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ജൂണിലെ ഡേറ്റ നോക്കുമ്പോൾ ഏകദേശം 100%-ഓളം ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഓൾറെഡി ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന ഒരു സെക്ടറാണ്. അവിടെ സെക്ടർ തന്നെ എല്ലാ ഈ സ്റ്റോക്കിന്റെ കാര്യം നമ്മളിപ്പോൾ ഏതെന്റെ ഡേറ്റയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100%, 95%-ന്റെ വോളിയം ഗ്രോത്ത് ആണ് ഈ ഒരു ക്വാർട്ടറിലും ഈ ഒരു മന്ത്ലി വന്നിട്ട്. ക്വാർട്ടറിലെ ഡേറ്റ അല്ല പറയുന്നത്, ഈ ഒരു മന്ത്ലിലെ ഡേറ്റയാണ് പറയുന്നത്. സോ അതൊരു ഫുൾ ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം ഒരു 85-90%-ന്റെ വോളിയം ഗ്രോത്ത്. എത്ര ടൂ വീലേഴ്സ് അവർ സെല് ചെയ്തെന്നുള്ള കാര്യമാണ്. അത് നോക്കുമ്പോൾ 100% ഗ്രോത്ത് ആണ് ആ ഒരു സെക്ടറിൽ, ഈ ഒരു സ്റ്റോക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതെന്ന് പറഞ്ഞ ബിസിനസ് നമ്മൾ നോക്കിയാൽ ഒരു ടേൺ അറൗണ്ട് ബിസിനസ് ആണ് അതെന്ന് പറയുന്നത്. കാരണം FY24 അവർക്ക് ഏകദേശം 1000 കോടിയുടെ ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് FY25 ആയ സമയത്ത് ഏകദേശം 500-800 കോടിയായിട്ട് അവർക്ക് അതിന്റെ ലോസ് കുറച്ചുകൊണ്ട് വരാൻ പറ്റി. ഇപ്പോൾ കഴിഞ്ഞൊരു ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഏകദേശം 500 കോടിയുടെ ലോസാണ് കമ്പനിക്കുള്ളത്. കൃത്യമായിട്ട് സീക്വൻഷ്യലായിട്ട്, അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും കൃത്യമായിട്ട് ഇവരുടെ ലോസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇവർ ചിലപ്പോൾ പ്രോഫിറ്റിലേക്ക് എത്തിയേക്കത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ഒരു എബിറ്റ ലെവലിൽ അവർ പ്രോഫിറ്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എന്ന് പറഞ്ഞാൽ. അടുത്തൊരു വർഷം ഒരു പക്ഷേ പ്രോഫിറ്റിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ അവർ ഈ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് ഈ വരുന്ന Q3 സമയത്ത് അവരുടെ പുതിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. സോ അത് വരുന്ന സമയത്ത് അവരുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 times ആകാനുള്ള സാധ്യതയുണ്ട്. സോ അതിൽ തന്നെ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതറിന്റെ സ്കൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം രൂപയുള്ള അവരുടെ വില വരുന്നുണ്ട്. അതായത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സ്കൂട്ടേഴ്സാണ്. അപ്പോൾ അവർ പുതിയതായിട്ട് വരുന്ന ഈ പറഞ്ഞ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ വരാനായിട്ട് പോകുന്നതിനകത്ത് അവർ പുതിയൊരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ വരുന്ന ഈ സ്കൂട്ടറുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിരിക്കും. അതായത് 1 ലക്ഷം രൂപ തൊട്ട് 1.25 ലക്ഷം രൂപ വരെയുള്ള ആ ഒരു റേഞ്ചിലുള്ള സ്കൂട്ടേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ പറഞ്ഞാൽ ഇവരുടെ വോളിയം ഗ്രോത്തിനെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വരുന്ന വർഷങ്ങളിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൃത്യമായിട്ട് ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് മാറുന്നത് നമുക്ക് ഒരു അടുത്ത് വരുന്ന 1-2 വർഷത്തിനുള്ളിൽ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ റിസൾട്ട്, ഡീറ്റെയിൽ ആയിട്ട് റിസൾട്ട് വരികയും മാനേജ്മെന്റ് കമ്മിറ്റി വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നല്ല രീതിയിൽ എക്സ്പാൻഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഏതാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 700-ഓളം അവർക്ക് ഔട്ട്ലെറ്റുകളുണ്ട്, മൊത്തത്തിൽ നോക്കിയാൽ ഷോറൂംസ് ഉണ്ട്. അത് കഴിഞ്ഞ Q4 എൻഡ് ചെയ്യുന്ന സമയത്താണ്. അതിന് മുമ്പ് കഴിഞ്ഞ വർഷം നോക്കിയാൽ ഏകദേശം 350 ഉണ്ടായിരുന്നു. ഏകദേശം 100% ഗ്രോത്ത് വന്നിട്ടാണ് ഏകദേശം 700-ലെത്തിയത്. ഈ ഒരു വർഷം ഏകദേശം 250-300 ഷോറൂംസുകൾ അവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യും. അതായത് അറൗണ്ട് 1000 ഷോറൂംസിലേക്ക് ഈ ഒരു വർഷം എൻഡ് ചെയ്യുന്ന സമയത്ത് അവർ എത്തുമെന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഇതിന്റെ ഫുൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ 3 കമ്പനികളെ നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കമ്പനികളാണ്. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് അവർ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് അവർ ഓൾറെഡി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ടുള്ളത്. നമുക്ക് ഇനി പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.